ഹലോ. അപ്പോൾ ഇന്ന് പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് എനിക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മുളകും ഇഞ്ചി പച്ചമുളക് ഞാൻ അരച്ചെടുത്തേക്കുന്നതാണ്. വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്ത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം ഇനി നമ്മൾ തൈര് ഇട്ടിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഇതിനകത്തേക്ക് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. അതേസമയം തന്നെ നമ്മൾ ഇവിടെ ജീര റൈസ് ആണ് എടുത്തേക്കുന്നത്. ജീര റൈസ് 3 ഗ്ലാസ് ജീര റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം വെള്ളം ഒഴിച്ച് വെക്കണം. നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് അരമണിക്കൂറോളം ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണേ. അതോടൊപ്പം തന്നെ നമുക്കിനി ഇതിനാവശ്യമായ സവാള എല്ലാം ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതെല്ലാം കൂടെ നമുക്കിനി ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചട്ടി ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ ഈ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുരിച്ചെടുക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ സവാള എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ചൂടായി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള മുരിഞ്ഞു വരും കേട്ടോ. അതിനുശേഷം നമുക്ക് വലിയൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക്, അതായത് നമ്മൾ ഈ സവാള വഴറ്റിയ എണ്ണ തന്നെ ഒഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും കുറച്ച് സവാള ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് 2 തക്കാളിയാണ്. 2 തക്കാളി ചെറിയ ചെറിയ പീസാക്കി നല്ലപോലെ വഴറ്റി ഇത്തിരി ഉപ്പൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കും. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോഴത്തേനും ഈ സവാളയും ഈ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ എടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഓരോരോ പീസാക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മൊത്തം പെറുക്കി നിരത്തി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യമായ ആ ബാക്കി വരുന്ന മസാല എല്ലാം അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു 5-10 മിനിറ്റോളം, 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് എടുക്കാം കേട്ടോ. ഇതൊന്ന് തുറന്ന് നോക്കണം. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഈ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ജീര റൈസ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തേച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് മൂടി വെക്കും. മൂടി വെച്ചിട്ട് നമ്മളിതൊരു അതായത് ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരുമ്പം തന്നെ നമ്മളിത് തുറന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റും. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ മൊത്തം ആയിട്ടില്ല. അതിനകത്തേക്കാണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ആദ്യമേ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ആ സവാളയില്ലേ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മളൊരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 2 സ്പൂണ് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് തുറക്കണം. ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു.